ഇവിടെയും വന്നാ നിങ്ങൾ ഇറച്ചി കച്ചവടം വിട്ടിട്ട് ഇപ്പൊ മീൻ വെക്കാൻ നിൽക്കുന്ന? അല്ലടാ, ഞാൻ ഇവിടെ ഡിസ്കോ കളിക്കാൻ നിൽക്കുന്നത്. നീ ഒരുത്തൻ കാരണം ഞാൻ ഈ ഗതിയിലായത്. പിന്നെ പടച്ചിനായിട്ടൊന്നും ഇയാൾക്ക് ഇതിനു മുമ്പ് ഖത്തറിൽ അത്ര കച്ചവടമായിരുന്നു. അല്ല, നിനക്ക് ഇപ്പൊ എന്തുവാ വേണ്ടേ? ഇവിടെ മീനുണ്ടാ? ഇത് ഏതാടാ മാർക്കറ്റ്? മീൻ മാർക്കറ്റ് ആണല്ലോ. പിന്നെ ഞാൻ ഇവിടെ ആനയുടെ ഇറച്ചി വെട്ടി വെക്കോടാ. ആന ഇറച്ചിയാ? ഇക്കാലങ്ങളെ പോലീസ് ഓടിക്കും. ഇവനൊരു മാറ്റമില്ലടാ. അത് നിനക്ക് ഏത് മീനാ വേണ്ടേ? ഗോൾഡ് ഫിഷ് ഉണ്ടാ? അയ്യോടാ, ഗോൾഡ് ഫിഷ് ഈ കൊട്ടയുണ്ടായിരുന്നു. ഈ മുണ്ടിന്റെ ഇടയില് കുറച്ച് ഗപ്പിയുണ്ട്, എടുക്കട്ടെ. ഗപ്പി എടുത്ത് മുണ്ടിന്റെ ഇടയിൽ കൊട്ടയ്ക്കാതിരിക്കുക, അന്നേരം ആൾക്കാരൊന്നും വാങ്ങത്തോളൂ. ചാവട്ടെടാ, ഞാൻ ചാവട്ടെ. ഒരു കാര്യം ചെയ്യും, 4 കിലോ നെമ്മീനും കിടന്നു. അതെന്തോടെ 4 കിലോ? വീട്ടിൽ ഗസ്റ്റ് വല്ലതും വന്നാ? കഴിയണ വാപ്പമ്മ 3-4 ട്രിപ്പ് പോയില്ലായിരുന്നോ? പോയിട്ട് വന്നാ. പിന്നെ എനിക്ക് വാപ്പയുടെ ചിന്ന വീട് ഉമ്മക്ക് തൂക്കി. ഒരു പൊണ്ടാട്ടി 4 പെമ്മക്കള്. എന്നിട്ടെന്താ ഞങ്ങളിപ്പോ ഒരു കൂട്ടുകുടുംബമായിട്ടെങ്കിലും ജീവിക്കുക. പക്ഷെ അതിൽ ട്വിസ്റ്റ് ഉണ്ട്. എന്ത് ട്വിസ്റ്റ്? ആ 4 മക്കളും അങ്ങേറെ ഇല്ല, വേറെ ഏതോ വകുപ്പിലുണ്ടായതാ. എന്തൊരു കുടുംബോടാ ഇത്. അയ്യോ, തിയേറ്ററിൽ പോയി, മുനിസിപ്പാലിറ്റിയിൽ പോയി, പോയി. എവിടെ കിട്ടി? ഇപ്പൊ എന്താ വേണ്ട? തക്കാളി ഇവിടെ കിട്ടും. തക്കാളി നീ 2 മനപ്പുറം കരുതിക്കൂട്ടി വരുന്നല്ലേടാ എന്റെ കച്ചവടം പൂട്ടിക്കാൻ. തക്കാളി ഇല്ലെങ്കിൽ എന്തിനൊക്കെ വിഷമിക്കുന്ന? പുളി ഉണ്ടാ? അല്ലേ വേണ്ട, പുളിഞ്ചി എങ്ങനെ ഉണ്ടാ? ആടാ നാടക്കുന്ന പുളി. കുറച്ചു നേരം മുമ്പ് നിങ്ങളല്ലേ പറയുന്നത് ഗപ്പി ഉണ്ടെന്ന്? ഇപ്പൊ പുളിഞ്ചിക്ക ഇവിടെ ഗപ്പി ഉണ്ടാ? 5 കിലോ ഗപ്പി. നീയൊക്കെ രണ്ടും കൂടെ കളിക്കുന്നതാണോ? സമാധാനം തരത്തിലാ നീ. പിണങ്ങി പോന്ന് ഇത് പെയിന്റ് കടയാടാ മോനെ. അന്നൊരു 5 കിലോ ഗപ്പി. പെയിന്റ് കടയാടാ.